2025 ആണവ കേന്ദ്രങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ ഇറാൻ പ്രതിരോധിച്ചത് അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിലൂടെയാണ്. ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രയേൽ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയത് ലോകം കണ്ടു. ഇറാൻ വിക്ഷേപിച്ച നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഭൂരിഭാഗവും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞപ്പോൾ ചിലത് ലക്ഷ്യസ്ഥാനത്തെത്തി. കൊട്ടിഘോഷിക്കപ്പെട്ട ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം പോരാതെ വന്ന സ്ഥിതിയുണ്ടായി. ടെലവീവിലെ ദുരന്ത മുഖമാക്കി മാറ്റിയത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയയിലേക്ക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുകയാണ് ഇറാൻ. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. സംഘർഷം ആരംഭിച്ച ശേഷം പശ്ചിമേഷ്യയിലേക്ക് പുറത്തേക്ക് ഇറാൻ ആക്രമിക്കുന്നത് ഇത് ആദ്യമായാണ്. 2 മിസൈലുകളാണ് ഡീഗോ ഗാർസിയയിലേക്ക് US, UK സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടത്. ഒരു മിസൈൽ പറക്കുന്നതിനിടെ തകർന്നു. മറ്റൊന്നിന് നേരെ US യുദ്ധക്കപ്പലിൽ നിന്നും SM-3 ഇന്റർസെപ്റ്റർ പ്രയോഗിച്ചുവെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് ആക്രമണമെന്ന് വ്യക്തമല്ല. ഇറാനിൽ നിന്നും 4000 കിലോമീറ്റർ അകലെയാണ് ഈ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത്. തങ്ങളുടെ മിസൈലുകളുടെ പരിധി 2000 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ മാസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർസിയ US സേനയുടെ ഒരു പ്രധാന തന്ത്രപ്രധാന കേന്ദ്രമാണ്. ദീർഘദൂര ബോംബറുകൾ, ന്യൂക്ലിയർ അന്തർവാഹിനികൾ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ എന്നിവ സൈനിക താവളത്തിലുണ്ട്. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും അമേരിക്കയുടെ സൈനിക നീക്കങ്ങളിൽ ഈ താവളം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശത്തിന്റെ ഭാഗമായ ഈ താവളം US സൈന്യമാണ് നിയന്ത്രിക്കുന്നത്. എങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രവർത്തിക്കുന്നത്? ആണവ യുദ്ധങ്ങളിലും പരമ്പരാഗത യുദ്ധമുഖങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകളാണ് ബാലിസ്റ്റിക് മിസൈലുകൾ. ശക്തമായ റോക്കറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് വിക്ഷേപിക്കുന്ന ഈ മിസൈലുകൾ അവിശ്വസനീയമായ വിധം ഉയർന്ന വേഗതയിൽ അന്തരീക്ഷത്തിന് മുകളിലേക്കോ വേണ്ടിവന്നാൽ ബഹിരാകാശത്തേക്കോ കുതിച്ചുയരും. എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതോടെ മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെയുള്ള സഞ്ചാരം ആരംഭിക്കും. വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന മിസൈൽ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് വന്നു വീഴും. ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ റേഞ്ച് അനുസരിച്ച് വർഗീകരിച്ചിരിക്കുന്നു. ബാറ്റിൽ ഫീൽഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ 200 കിലോമീറ്ററിൽ താഴെ. ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ 1000 കിലോമീറ്റർ വരെ. മീഡിയം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ 1000 കിലോമീറ്ററിനും 3500 കിലോമീറ്ററിനും മധ്യേ. ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ 3500 കിലോമീറ്ററിനും 5500 കിലോമീറ്ററിനും മധ്യേ. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ 5500 കിലോമീറ്ററിന് മുകളിൽ ശത്രുവിനെ ചാരമാക്കാൻ ശേഷിയുള്ള മിസൈൽ. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, പവേർഡ് ഫേസ്. റോക്കറ്റ് എഞ്ചിനുകളുടെ സഹായത്തോടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഉയരുന്ന മിസൈൽ അതിവേഗം ആർജിക്കുകയും അന്തരീക്ഷത്തിന് മുകളിലേക്ക് കുതിക്കുകയും ചെയ്യും. മിസൈലിന്റെ ദൂരത്തിനനുസരിച്ചായിരിക്കും റോക്കറ്റ് എഞ്ചിനുകളുടെ ഈ കുതിപ്പ്. മിഡ് കോഴ്സ് ഫേസ് ബാലിസ്റ്റിക് ഫേസ്. മിസൈലിനെ നയിച്ച എഞ്ചിനിലെ ഇന്ധനം കത്തിത്തീരുന്ന ഘട്ടമാണിത്. ഉയരത്തിലേക്ക് എറിഞ്ഞ ഒരു വസ്തുവിനെ പോലെയാണ് പിന്നീട് മിസൈൽ സഞ്ചരിക്കുക. ഈ ഘട്ടത്തെ ബാലിസ്റ്റിക് ഘട്ടമെന്നും വിളിക്കുന്നു. റീ എൻട്രി. ബാലിസ്റ്റിക് കുതിപ്പ് ക്രമേണ കുറയുന്നതോടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായി അതിവേഗം താഴ്ന്നിറങ്ങുകയും ലക്ഷ്യസ്ഥാനത്തേക്ക് വന്നു വീഴുകയും ചെയ്യും. ബാലിസ്റ്റിക് മിസൈലുകളുടെ സഞ്ചാരം ഒരു പന്ത് പോലെ ആകാശത്തേക്ക് എറിയുന്നതിന് സാമ്യമുണ്ട്. ഉയരത്തിലേക്ക് അതിവേഗം നിശ്ചിത കോണിൽ ഒരു പന്തെറിയുമ്പോൾ അത് എറിയുന്ന ശക്തിക്കനുസരിച്ച് നിശ്ചിത ഉയരത്തിലേക്ക് പറന്നുയരും. ഉയരത്തിൽ എത്തുന്നതോടെ സ്വാഭാവികമായും അത് താഴേക്ക് വീഴും. പന്ത് ഏത് കോണിലാണ് എറിയുന്നത് എന്നതനുസരിച്ച് അതിന്റെ ദൂരത്തിനും വ്യത്യാസം വരും. അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളും ഒരു നിശ്ചിത കോണിലും ശക്തിയിലും വിക്ഷേപിക്കുമ്പോൾ ഒരു പാരാബോളിക് ട്രാജക്ടറിയിൽ ഉയർന്ന ഗുരുത്വാകർഷണം മൂലം താഴേക്ക് വീഴുന്നു. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് റോക്കറ്റ് എഞ്ചിനുകളും മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഉള്ളതിനാൽ അവയുടെ സഞ്ചാരപഥവും ലക്ഷ്യസ്ഥാനവും കൂടുതൽ കൃത്യവും നിയന്ത്രിതവുമാണ്. ബാലിസ്റ്റിക് മിസൈലിന്റെ വേഗം. സെക്കൻഡിൽ 1000 കിലോമീറ്റർ വേഗത്തിലാണ് ബാലിസ്റ്റിക് മിസൈലുകൾ സഞ്ചരിക്കുന്നത്. ശബ്ദവേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും വേഗം മാക് എന്ന അളവിലാണ് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് മാക് 5 എന്നാൽ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗമെന്നാണ് അർത്ഥം. സാധാരണ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മാക് 1 വേഗമുണ്ടാവും, അതായത് ഏകദേശം മണിക്കൂറിൽ 1225 കിലോമീറ്റർ. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ മാക് 5 മുകളിൽ വേഗമുള്ളവയാണ്, അതായത് ഏകദേശം മണിക്കൂറിൽ 6125 കിലോമീറ്റർ വേഗം. ബാലിസ്റ്റിക്കിന് മുന്നിൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം.
അയൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ ആവശ്യമായ സമയത്തെ മറികടക്കുന്ന വേഗമാണ് ബാലിസ്റ്റിക് മിസൈലുകൾക്കുള്ളത്. ഉയരത്തിലുള്ള സഞ്ചാരവും ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, ബാലിസ്റ്റിക് മിസൈലുകളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വീഴ്ച പ്രവചനാതീതമായ വേഗത്തിലാണ്. ഇത് അവയെ തിരിച്ചറിയുന്നത് പ്രയാസകരമാക്കുന്നു. ചില മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങളുടെ റഡാറുകളെ മറികടക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഡീകോയ് സംവിധാനങ്ങൾ വിന്യസിക്കാറുണ്ട്. ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും തമ്മിലുള്ള വ്യത്യാസം. ക്രൂയിസ് മിസൈലുകൾ ഒരു ആളില്ല വിമാനം പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ വേഗം കുറവും. അതുകൊണ്ട് തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ എളുപ്പമാണ്. വളരെ താഴ്ന്നു പറക്കുന്നതിലൂടെ ക്രൂയിസ് മിസൈലുകൾക്ക് പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും കഴിയും. വിക്ഷേപണ ശേഷവും ക്രൂയിസ് മിസൈലുകളുടെ സഞ്ചാരപാതയിൽ മാറ്റം വരുത്താനാവും. അതുവഴി സഞ്ചാരപഥത്തിലെ തടസ്സങ്ങൾ മറികടന്ന് സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇത് സാധ്യമല്ല. ഇറാന്റെ ആക്രമണം മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടന്നതോടെ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന ട്രംപിന്റെ വാക്കുകളുടെ പ്രസക്തി കുറഞ്ഞിരിക്കുകയാണ്. ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് ഇടയിൽ പ്രതിസന്ധിയും രൂക്ഷമാകും.